ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഉച്ച വരെയുള്ള ഒരു വ്ളോഗുമായിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ കാലത്ത് തന്നെ എണീറ്റ് ഞാനിത് ആദ്യം ചെയ്യുന്നത് കടലാസൊക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് കത്തിച്ചിടും കേട്ടോ. എന്നുവെച്ചാൽ ഒരുപാടൊന്നും കത്തിക്കില്ല, ഒന്നോ രണ്ടോ കടലാസൊക്കെ ഇട്ടോ. അത് ജസ്റ്റ് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ പ്രാണികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്നും ഉണ്ടാവില്ല, എന്നാലും നമ്മളിങ്ങനെ രാവിലെ ഇങ്ങനെ അടുക്കളയിൽ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പം ചെറുതായിട്ടൊന്ന് പുകയിടണത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അടുപ്പത്താണെങ്കിൽ തീ കൂട്ടാനായിട്ട് ആവില്ല, അതാണ് കേട്ടോ മെയിൻ. അപ്പോൾ ഇത് ഇന്നലെ രാത്രി കപ്പ വെള്ളത്തിലിട്ടേനു കേട്ടോ, രാത്രിക്കത്തെ ബാക്കിയുള്ളതാണ്. അപ്പം അത് ഇനി ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. അപ്പം ഞാനത് പാത്രം മാറ്റിയതാണ് കേട്ടോ, കാരണം ആ ഒരു ചെമ്പട്ടിക്ക് നമ്മൾക്ക് ആവശ്യമുണ്ട് പൊടി വാട്ടാൻ. അപ്പോൾ നമ്മൾ പിന്നെ മുന്തിരി തിളപ്പിച്ച് വെച്ചതാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതാണ്. രാത്രി നമ്മൾ തിളപ്പിച്ച് ബോൾ ഗ്രേപ്പാക്കി വെച്ചതായിരുന്നു. ബോൾ ഗ്രേപ്പ് ആക്കിയിട്ടില്ല കേട്ടോ, ബോൾ ഗ്രേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ അതിന് കുറച്ച് ബോൾ ഗ്രേപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള നമുക്ക് ജ്യൂസ് ആക്കാനാട്ടോ. നമ്മൾക്ക് മക്കൾസിനൊക്കെ ക്ലാസ്സിന് കൊണ്ടുപോകാൻ ജ്യൂസ് ഉണ്ടാക്കാൻ വെച്ചതാണ്. അപ്പോൾ തിളപ്പിച്ച് വെച്ചായിട്ട് ജ്യൂസ് അടിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ പൊടിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഗ്രീൻ പീസ് കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി സ്റ്റൂ ആണ് കേട്ടോ. നിങ്ങൾ ആരും ഇതിങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പിന്നെ വേറെ പിന്നെ മസാലകളൊക്കെ വാട്ടിയിട്ടാണ് കേട്ടോ വെക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മൾ മല്ലി മുളകും കുരുമുളക് പൊടി അതൊക്കെ ഇട്ടിട്ടുള്ളൊരു മസാലയാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയൊക്കെ പൊളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പൊടി വാട്ടാനുള്ള അരിപ്പൊടി പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അവിടെ ചായക്കുള്ള ഇതും തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാലത്ത് ചായ എല്ലാവർക്കും വേണ്ട കേട്ടോ, കുറച്ചേ ഉണ്ടാക്കുള്ളൂ ചായ. മക്കൾസൊന്നും അങ്ങനെ ചായ കുടിക്കൂല. അപ്പോൾ ഇനി നമ്മൾ പിന്നെ ചോറ് വെക്കാനുള്ള കുക്കറിൽ പിന്നെ അരിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കുക്കറൊക്കെ അടച്ച് വെക്കുന്നുണ്ട്. നമ്മൾ ബോൾ ഗ്രേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുന്തിരി ഇങ്ങനെ ആട്ടോ തിളപ്പിക്കുക. പിന്നെ നമ്മൾ ഇതുപോലെ അങ്ങോട്ട് തിളപ്പിച്ചിട്ട് ഉണ്ടാക്കുക. പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ബോൾ ഗ്രേപ്പ് ആക്കിയിട്ട് ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും ബാക്കിയുള്ളത് ഞാനിങ്ങനെ പിഴിഞ്ഞെടുക്കുക ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലടിക്കും. മിക്സിയിലടിച്ചാൽ കുറച്ചൊരു ടേസ്റ്റ് കുറയും കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചിലപ്പോൾ പിഴിഞ്ഞെടുക്കും, ചിലപ്പോൾ നല്ലോണം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിലടിക്കും ചെയ്യും, അല്ല നല്ലോണം ആയിട്ടില്ലേലും കേട്ടോ. അപ്പോൾ ആ പൊടിയൊക്കെ വാട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാത്രി തന്നെ കടല വെള്ളത്തിലിട്ടേക്കണം കേട്ടോ, എന്നാലേ നമ്മൾക്ക് പെട്ടെന്ന് ആക്കിയിട്ടുള്ളൂ. നമുക്ക് രാവിലെ തന്നെ പിന്നെ നമ്മളിങ്ങനെ രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഓർമ്മയില്ലാതെ പോയാൽ നമ്മൾ ഒരു മണിക്കൂറൊക്കെ നമ്മൾ നീച്ചപ്പം തന്നെയൊക്കെ വെള്ളത്തിൽ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടേക്കുകയാണെങ്കിൽ പിന്നെ ഒരു 5-6 വിസിലൊക്കെ അടുപ്പിച്ചെടുക്കേണ്ടി വരും കേട്ടോ. ഇതിപ്പോൾ 2-3 വിസിലൊക്കെ അടുപ്പിച്ചെടുത്താൽ തന്നെ മതിയാവും. അപ്പോൾ നമ്മളിതാ പത്തിരിപ്പൊടിയൊക്കെ നല്ലപോലെ വെളിച്ചെണ്ണയൊക്കെ ആക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് 2 സവാളയാണ് കേട്ടോ എടുക്കുന്നത്. അതൊക്കെ നമ്മൾ സ്ലൈസ് ആക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ സവാള നല്ലോണം വേണം കേട്ടോ. നമ്മളിതിലേക്ക് ചെറിയുള്ളി ചേർക്കൂല, അപ്പോൾ അതിന് പകരം നമ്മൾ കുറച്ചധികം തന്നെ സവാള എടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് പിന്നെ ഗ്രീൻ പീസ് സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വട്ടത്തിലരിഞ്ഞ പിന്നെ ഗാർലിക്ക്, വെളുത്തുള്ളി കേട്ടോ, അതുപോലെ തന്നെ ഇഞ്ചി അതൊക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചെടുത്താലും മതി. അപ്പോൾ അത് അരിഞ്ഞെടുക്കുമ്പോഴാണ് കേട്ടോ കൂടുതലൊരു ടേസ്റ്റ്. അപ്പം അതിങ്ങനെ നമ്മൾ പിന്നെ ചെറിയുള്ളിയൊക്കെ പൊരിക്കുന്ന പോലെ നമ്മൾ ചെറിയുള്ളിയൊക്കെ താളിക്കൂലേ, അതുപോലെ അങ്ങനെ താളിച്ചെടുക്കുക. എന്നിട്ട് നല്ലപോലെ ആയിട്ട് വേണം കേട്ടോ നമ്മൾ സവാള കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാള ഒന്ന് നല്ലപോലെ ആവുമ്പോൾ നമ്മൾ തക്കാളി പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. തക്കാളിയൊക്കെ നമ്മൾ ഒന്നേ ഇടണുള്ളൂ കേട്ടോ, ഒരു 3-4 പച്ചമുളകൊക്കെ ഇടുന്നുണ്ട്. അപ്പം എരിവ് കുറവുള്ള പച്ചമുളകാണ് കേട്ടോ എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ എരിവ് നല്ലോണം ഉള്ളതാണെങ്കിൽ ഇത്രയൊന്നും വേണ്ടിയില്ല, കാരണം നമ്മളിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ 3 സംഭവം കൂടി ആഡ് ചെയ്യുമ്പോൾ പച്ചമുളകും പിന്നെ കുരുമുളകും മുളക് പൊടിയൊക്കെ ആടാവുമ്പോൾ നമ്മൾക്ക് എരിവ് കൂടും കേട്ടോ. അപ്പം പിന്നെ അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പെരുംജീരകം, ഗരം മസാല അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ, കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളക് നല്ലപോലെ പൊടിഞ്ഞിട്ടില്ല. അപ്പോൾ ഏതായാലും ഞാനത് അതും കൂടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പം മുളക് പൊടി എൻ്റെ അടുത്തുള്ള എരി കുറവാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട്, കാരണം ഞാൻ വീണ്ടും പറയാൻ കാരണം വെച്ചാൽ നമ്മൾ എല്ലാ സംഭവവും കൂടെ ചേർക്കുമ്പോഴേ എരി കൂടും കേട്ടോ. അപ്പം പിന്നെ പച്ചമുളകും മുളക് പൊടിയും കുരുമുളകും അത് 3ഉം പാടാകുമ്പോൾ നല്ലോണം എരി കൂടും. അപ്പം നമ്മൾ കടലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ, ഗ്രീൻ പീസ്. അപ്പോൾ നമ്മൾ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നല്ല പോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കാരണം നമ്മൾ വേവുമ്പോൾ ഇത് കുറുകി വരും കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായാലും കുറുകി വറ്റി വരും. അപ്പോൾ നമ്മളൊരു 2-3-4 വിസിൽ അടുപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പ് ഒരു പാകത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ, ഒരുപാടൊന്നും ഇടണില്ല, കാരണം ഉപ്പ് നമ്മൾ അധികം ഇട്ട് കൊടുത്താൽ കടല വേവാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ മല്ലിച്ചപ്പ് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ, ഇതിന് ഞാൻ മല്ലിച്ചപ്പ് തന്നെ കേട്ടോ പറയാം, അതിട്ട് കൊടുക്കുമ്പോൾ ഞാൻ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തതെന്ന് പറയുമ്പോൾ എൻ്റെ കമൻറ്റ്സ് ബോക്സിൽ കഴിഞ്ഞ ഏതൊരു വീഡിയോക്ക് ആരോ ഒന്ന് പറഞ്ഞു നോക്കുക മല്ലിച്ചപ്പ് ഇട്ടിട്ടില്ല പറഞ്ഞു. നമ്മളിതിന് മല്ലിച്ചപ്പ് നട്ട പറയാം. അപ്പോൾ നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പത്തിരിയുടെ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച അതൊക്കെ ഒന്ന് ബോൾസാക്കി എടുക്കാം. അപ്പം ഞാൻ ഫുള്ള് ഇങ്ങനെ ബോൾസാക്കി മാറ്റി വെച്ചിട്ട് ഇതാ, പിന്നെ നമ്മൾ കല്ല് വെച്ചിട്ട് നമ്മൾ പിന്നെ പൊടിയൊന്നും തട്ടൂല കേട്ടോ. പത്തിരി പരത്തിയിട്ട് നമ്മൾ പൊടിയൊന്നും തട്ടൂല, കല്ല് വെച്ചിട്ട് അതുപോലെ അങ്ങോട്ട് ചുട്ടെടുക്കുക ചെയ്യുക. അപ്പോൾ ആ കുക്കറൊക്കെ വിസിലടിച്ചിട്ടുണ്ട്, ചോറ് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറി ഇവിടെ ആവണുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾക്ക് പത്തിരിയൊക്കെ പിന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചിലവിലൊക്കെ ഇങ്ങനെ കുഴലുമ്മലൊക്കെ പരത്തൂലേ, ഞാൻ ഇപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്ത് എടുക്കലുള്ളൂ കേട്ടോ. എന്നാൽ എൻ്റെ എന്നാലും വലിയ ഇതായി വരുന്നുണ്ട് കേട്ടോ, വലിയ പത്തിരിയായി വരുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറി ഇനി ഒന്നും ചെയ്യേണ്ട, കാരണം നമ്മൾ താളിച്ച് തന്നെ വെച്ചത്, അതുകൊണ്ടൊന്നും ചെയ്യണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ പത്തിരിയുടെ ചട്ടിയും കൂടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ചുട്ടെടുക്കാം കേട്ടോ. കണ്ടില്ല, വലിയ പത്തിരി തന്നെ ആയി വന്നിട്ടുണ്ട്. അത് നമ്മൾ കുഴക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട്, നല്ലോണം കുഴ ആയാൽ നമുക്ക് വലിയതായിട്ട് തന്നെ കിട്ടും. പിന്നെ നമ്മൾ കല്ലുമേ ചുടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പത്തിരിയൊക്കെ നമ്മളിവിടെ ചുട്ടെടുക്കുന്നുണ്ട്. ചോറായിട്ടില്ല കേട്ടോ, ചോറ് നല്ല വേവുള്ളൊരു അരിയാണ്. അപ്പം പിന്നെ കുറച്ചൊരു സമയം എടുക്കും കേട്ടോ. അപ്പോൾ പത്തിരി ചുടുമ്പോൾ ചിലവരൊക്കെ ഇങ്ങനെയാണ് പൊടി തട്ടിയെടുക്കുന്നത്. എന്തിനാണ് എനിക്ക് മനസ്സിലാണല്ലോ കേട്ടോ. നമ്മളിങ്ങനെ അട്ടിക്കട്ടിക്കനെ വെക്കുമ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ലേ. എന്തായാലും നമ്മൾ ഇതുപോലെ ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നണില്ല കേട്ടോ. എന്തായാലും നമ്മൾ കുറച്ച് പയറുണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഇന്ന് പിന്നെ ചിക്കനും ബീഫും ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ മുട്ട വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം എൻ്റെ മക്കൾ അധികം മീനൊക്കെ ആയിട്ട് സ്കൂളിൽ കൊണ്ടുപോകാൻ, ആരും മീനൊന്നും കൊണ്ടുപോകലുണ്ടാവില്ല. പക്ഷേ ഇവർക്ക് മീനൊക്കെ വേണം, മീനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ. കാരണം നമ്മൾ മക്കളെ ഉച്ചക്കത്തെ ഫുഡ് പറഞ്ഞാൽ ഒരു മെയിനായിട്ടുള്ളൊരിതാണല്ലോ. അപ്പം ഇറച്ചോ മീനോ ചിക്കനൊക്കെ ഉണ്ടായാൽ തന്നെ അവർ കഴിക്കുള്ളൂ. അപ്പം പിന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ പച്ചക്കറി മാത്രം കൊടുത്തിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇനി മക്കൾസിന് ഫുഡൊക്കെ കൊടുക്കുകയാണ്. ഇനി ഓല് കഴിച്ചോളൂ കേട്ടോ. അപ്പം വെച്ചാൽ ആദ്യമൊക്കെ ഇങ്ങനെ വാരി കൊടുക്കേണ്ടിയിരുന്നു, കാരണം വാരി കൊടുക്കൽ ഇക്കാക്ക് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ കുറേയൊക്കെ ഇങ്ങനെ ഒന്ന് മെയിൻ്റെ വെക്കലാണ്. അപ്പം കഴിച്ചിട്ടില്ലെങ്കിൽ വാരി കൊടുക്കും കേട്ടോ. നമ്മൾ ഇന്ന് സമയമുള്ളതുകൊണ്ട് ബസ്സിന് ഇനി ഒരുപാട് സമയമുണ്ട്, അപ്പം നമ്മൾ വാരി കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ ചായ എത്രയൊക്കെ കൊടുക്കുള്ളൂ, ആകെ 1 ഗ്ലാസ് കൊടുക്കുള്ളൂ, അത് തന്നെ കഴിക്കൂല കേട്ടോ, അല്ല അത് തന്നെ കുടിക്കൂല. അപ്പോൾ അമ്മേന് ഇതുവരെ വന്നിട്ടില്ല, ഓൻ വന്നിട്ടില്ലല്ലോ സീനില്ല, കാരണം ഓന് പിന്നെ കൊടുത്താൽ പെട്ടെന്ന് കഴിക്കും. അവനാണ് ഇങ്ങനെ നോക്കി, ദീപുവാണ് അങ്ങനെ നോക്കി കുത്തിരിക്കുക. കണ്ടില്ലേ, ഓനിങ്ങനെ കുറേ ചൂട് മറ്റേ പറിച്ചാറിന് അങ്ങനെ കുത്തിരിക്കുകയാണ്. അപ്പോൾ അമ്മനെ അവിടെ കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഓൻ്റെ പെട്ടെന്ന് കഴിയുകയും ചെയ്യും കേട്ടോ, കാരണം ഓന് പെട്ടെന്ന് കഴിക്കും. അപ്പം പിന്നെ എനിക്കാണെങ്കിൽ അവിടെ ഫുഡൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ, മക്കൾസിനുള്ള ലഞ്ച് ബോക്സൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് മൂപ്പരെ പണിയാണ് കേട്ടോ. ഏതായാലും ദീപുവിന് മുട്ട പറ്റൂല, ഏതായാലും കൊടുത്തിട്ടുണ്ട്. മുട്ട അവന് ഭയങ്കര ദേഷ്യമാണ്, കൊടുക്കുന്ന ദിവസമൊക്കെ ഇങ്ങനെ പോയത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. അപ്പോൾ ഞാൻ ഇക്കാനോട് അറിയും കൊടുക്കണ്ട, വലിയ പീസൊന്നും വെച്ച് കൊടുക്കണ്ട, അതേമാതിരി ഇങ്ങോട്ട് കൊണ്ടുവരും, കളയോണ്ടി വരും. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനൊക്കെ കുളിക്കുമല്ലോ, അപ്പം പിന്നെ കുറച്ച് പയറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇക്ക തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പിന്നെ മുന്തിരിയൊക്കെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്, അപ്പോൾ അതും കൂടി അവർക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പാത്രം കഴുകാൻ നിൽക്കുകയാണ് കേട്ടോ. ഓരോരു സൈഡിലേക്ക് ആക്കിയിട്ട് പാത്രം ഒരുപാടുണ്ടാവും, അതങ്ങോട്ട് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് കഴുകിയെടുക്കണം ഇനി. അപ്പം അതൊരു വലിയൊരു റിസ്ക് തന്നെയാണ് കേട്ടോ.
അപ്പം ഞാൻ ഇങ്ങനെ റിസ്ക് എന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതാ അപ്പോൾ ഇത്ര എളുപ്പം കഴിഞ്ഞല്ലോ എന്ന്. നമ്മളെ വീഡിയോയിൽ ഫുള്ളായിട്ട് ഇടാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഏതൊരു പണി എടുക്കുകയാണെങ്കിലും അതിന് ചെറിയൊരു ഭാഗമൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ കാണിക്കാറുള്ളൂ. അപ്പം പക്ഷേ എനിക്ക് പാത്രം എത്ര കഴുകാനുണ്ടെങ്കിലും പിന്നെ എനിക്ക് ദേഷ്യമല്ല കേട്ടോ. പാത്രം കഴുകുന്ന കാര്യം എനിക്കിഷ്ടമാണ്. ഇനി അപ്പോൾ എൻ്റെ വീട്ടിൽ പോയാലും വേറെ ഒരു പണി എടുക്കാൻ എനിക്ക് മടിയായിരിക്കും, തുടക്കാനൊക്കെ എനിക്ക് മടിയായിരിക്കും. എന്നാലും പാത്രം കഴുകുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അധികം ആളുകൾക്കും പാത്രം കഴുകണത് ഭയങ്കര ദേഷ്യമാണ്. എന്നാണ് ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ പറയുന്നത് കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടാണ്ടു പിന്നെ ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യമാണ് പാത്രം കഴുകൽ. പക്ഷേ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. എനിക്ക് തുടക്കലൊക്കെ അത്ര ഇഷ്ടമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെഷീനിൽ ഇങ്ങനെ ഒലുമ്പി എടുത്ത് പിന്നെ വെക്കൂലേ, ഒലുമ്പി എടുക്കൂലേ, ഒലുമ്പി നമ്മൾ ഡ്രൈക്ക് ഇടൂലേ, അതെനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതാ എൻ്റെ ചുരിദാറിലൊക്കെ അതാ മോള് പിന്നെ നമ്മൾ പിന്നെ കറി ഇതൊക്കെ കൊണ്ടുപോയി തേച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ മക്കൾസുള്ള എല്ലാ അമ്മമാരുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഓൽക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഓല് ഇതാ നമ്മളെ പിടിക്കും, ഓലിങ്ങനെ ഓലെടുക്കി കഴിക്കും. പിന്നെ നമ്മൾ കൊടുത്താലും വാരിക്കൊടുത്താലും ഓല് പരിപാടി എന്താ വെച്ചാൽ പിന്നെ നമ്മൾ കഴിക്കണതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ വാരി തിന്നിട്ട് നമ്മളെ മേലൊക്കെ കൊണ്ടുപോയി തോത്തി വെച്ചിട്ടുണ്ടാവും. അപ്പം എൻ്റെ ഡ്രസ്സിൽ അതാണ് കേട്ടോ. നിങ്ങൾ ഇതൊന്നും കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട. ചെറിയ മക്കൾസുള്ള അമ്മമാരോട് ഞാൻ അത് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും മനസ്സിലാവും. അപ്പം നമ്മുടെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ പൊന്നൂസ് ലുക്കും പോയിട്ടില്ല കേട്ടോ, മറ്റൊരു രണ്ടാളും പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതാ മൊത്തത്തിൽ ഒന്നങ്ങോട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതാ ചോറ് ഇതുപോലുള്ള ഓട്ടക്കൊട്ടയിലാണ് കേട്ടോ ഒറ്റി വെക്കുക. അപ്പം നമ്മളിങ്ങനെ അടിയിൽ പാത്രം വെച്ചിട്ടില്ലേ, കൊത്തളങ്ങൊക്കെ അടി കൂടെ ഇനി കയറിയൊരു സീന് വേണ്ട വെച്ചിട്ട് അടിയിൽ നമ്മളിതുപോലെ പാത്രം വെച്ച് കൊടുക്കും കേട്ടോ. അപ്പം കിച്ചണ് പിന്നെ ഡീപ്പ് ക്ലീൻ ചെയ്താൽ തന്നെ നമുക്കൊരു സമാധാനമാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും വന്നാലും അത്ര ഒരു സീനില്ലല്ലോ. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ളൊരിത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതാ പിന്നെ മറ്റേ അടുക്കള കേട്ടോ, അതും കൂടി ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ വർക്ക് ഏരിയ വേറെ ഉണ്ട്, ചെറിയ കുഞ്ഞു വർക്ക് ഏരിയ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ. അപ്പോൾ ഇവിടെയും കൂടി ഇവിടെ നമ്മൾ ഫുഡൊക്കെ കഴിക്കൽ കേട്ടോ. അപ്പം ഇവിടെയും കൂടി അവിടെ ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഇനി ജസ്റ്റ് ഒന്നങ്ങോട്ട് അടിച്ച് വാരുക കേട്ടോ. അടിച്ച് വരുമ്പോൾ ഒരുപാട് ഇങ്ങനെ പേപ്പറും കാര്യങ്ങളൊക്കെ ഒരു ദിവസം ഒരു 4 വട്ടമൊക്കെ അടിച്ച് തരേണ്ടി വരും ഇവിടെ. അങ്ങനെയാണ് കേട്ടോ അവസ്ഥ. 2-3 പ്രാവശ്യമൊക്കെ ഞാൻ അടിച്ചു തരും. 2-3 പ്രാവശ്യം അല്ല കേട്ടോ, ചിലത് 4-5 പ്രാവശ്യമൊക്കെ അടിച്ചു തരും. എന്നാലും ഒരു പേപ്പർ ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ടിട്ടേ ഞാനിപ്പോൾ ഇങ്ങനെ പിരായി എടുക്കും. ഞാൻ പിരാൻ പാടില്ല എന്നാണ്, എന്നാലും നമുക്കിങ്ങനെ ദേഷ്യം വരും. അപ്പം അകക്കെ അടിച്ച് കഴിഞ്ഞു, ഇനി മുറ്റടിക്കുകയാണ്. അപ്പം ഇതൊക്കെ ഇനി വരെ അംഗൻവാടിക്കൊക്കെ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞേക്കണം, സ്കൂൾക്ക് പറഞ്ഞേക്കണം. സ്കൂൾക്കല്ല LKG ആണ് കേട്ടോ, അവന് നഴ്സറി തന്നെയാണ് ഓനും. ഒരു ചെറുത് മോൾ അംഗൻവാടിയിലാണ് കേട്ടോ, കുഞ്ഞൂസ്. അപ്പോൾ നമ്മളതിൻ്റെ ഇടയിൽ മുറ്റൊക്കെ വേഗം അടിച്ച് വാരി നീക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് എണീച്ച് വരുമ്പം തന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അലക്കാനുള്ളത് മെഷീൻ എടുത്തിട്ടു കേട്ടോ. അതിൻ്റെ ഇടയിൽ പോയി അങ്ങനെ നമ്മൾ വെള്ളം ഒഴിവാക്കി കറക്കി അങ്ങനെ കൂടേണ്ടി വരും. എന്നാലും നമ്മൾ അടുക്കളയിലാവുമ്പം അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നടക്കുമല്ലോ. നേരെ മറിച്ച് നമ്മൾ അവിടെ എവിടെയെങ്കിലും വേറെ പണിക്കൊക്കെ പുറത്തൊക്കെ പോയാൽ പിന്നെ തുടക്കാൻ അതിനൊക്കെ പോയാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ മറക്കുകയൊക്കെ ചെയ്യും. അടുക്കളയിൽ തന്നെ കേട്ടോ മെഷീൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ചിലവരൊക്കെ തന്നെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയിട്ടാണ്. അപ്പം അതൊക്കെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുക്കളയിൽ അരച്ചാട്ട് പിന്നെ അവിടെ വെള്ളം അങ്ങനെ ചിന്താനുള്ള പരിപാടിയൊന്നുമില്ല കേട്ടോ. ഏതായാലും പിന്നെ എൻ്റെ മക്കൾസ് ഇവിടെ അകത്താകെ വെള്ളം ചിന്തി വെക്കും, അങ്ങനെയുള്ളൊരു ഇതുണ്ട് എന്നല്ലാതെ വാഷിംഗ് മെഷീൻ അകത്തിട്ടിട്ട് ഒരു സീനൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ സീനൊന്നും ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക്കിൻ്റെ ആകുമ്പോൾ അങ്ങനെ വെള്ളം പുറത്തേക്ക് വരുമൊന്നുമില്ല. പക്ഷേ ഈ മെഷീൻ കുറച്ചൊക്കെ വരും. പക്ഷേ എൻ്റെത് അങ്ങനെ ആവലില്ല കേട്ടോ. പൊതുവേ ചിലവരൊന്നും അങ്ങനെ പിന്നെയൊക്കെ ബാത്റൂമിലൊക്കെ കൊണ്ടുവരുന്നതാണ് വെള്ളം ആവൂലെന്നൊക്കെ ഒഴിച്ചാട്ട്. അപ്പം അതിൻ്റെ കാര്യമൊന്നുമില്ല കേട്ടോ. ഏതായാലും ഞാനതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അലക്ക് ആറിയിട്ടിട്ട് തുണിയൊക്കെ ആറിയിട്ടിട്ട് ഞാൻ മക്കൾസിനെ കുളിപ്പിക്കാൻ പോവാണ് കേട്ടോ. ഇനി പോലെയൊക്കെ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ട് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ മക്കൾസ് മറ്റൊരു രണ്ടാളും പോയിട്ടോ. അപ്പോൾ മോള് കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. മോൾക്ക് കുളിക്കുന്ന കാര്യം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം കുളിക്കാൻ പിന്നെ എനിക്കാണെങ്കിൽ രാവിലെ തന്നെ കുളിക്കണൊക്കെ ഭയങ്കര മടിയാണ്. പക്ഷേ എൻ്റെ മക്കൾസൊക്കെ നേരെ തിരിച്ചാണ് കേട്ടോ. ഓൾക്കൊക്കെ കുളിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ ഓൾക്ക് വെള്ളത്തിൽ നിന്ന് നീച്ച് വരാൻ തോന്നില്ല കേട്ടോ. ഓലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അകം തുടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്നങ്ങോട്ട് തുടച്ചിടുക കേട്ടോ. അപ്പോൾ ഏതായാലും പിന്നെ ഞാൻ എന്നും തുടക്കണോണ്ട് നമുക്കൊരു ഈസി ആയിരിക്കും തുടക്കാൻ. ഒരു ദിവസം തുടച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു ഇടങ്ങാറാണ് കേട്ടോ. തുട കഴിഞ്ഞാൽ തന്നെ നമ്മൾ പിന്നെ അകമൊക്കെ ആകെ ക്ലീനായിട്ട് ഡീപ്പായിട്ട് തോന്നും നമുക്ക്.
ഏതായാലും രാവിലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര ഒരു സംഭവം തന്നെ കേട്ടോ. കാരണം പിന്നെ നമ്മൾക്ക് ക്ലാസ് ഉണ്ടാവണം, പിന്നെ മക്കൾസിനൊക്കെ പറഞ്ഞയച്ച് എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാം കാര്യം ചോറും കാര്യമൊക്കെ പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പം പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ജോലി തിരക്കായിട്ട് കേട്ടോ രാവിലെ. അപ്പം മക്കൾസിനെ രണ്ടിനും കുളിപ്പിച്ചുകൊണ്ടൊന്ന് ഇവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലുക്കുവിൻ്റെ ലഞ്ച് ബോക്സിൻ്റെ ഉള്ളിലുള്ള പാത്രമൊക്കെ അവന് കാണാതാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം മിസ്സിനോട് ചോദിക്കുമ്പോൾ മിസ് അറിഞ്ഞ് പെൻസിലായാലും അങ്ങനെ തന്നെ കൊണ്ടുപോകും, പിന്നെ റിട്ടേൺ ഒന്നും ഉണ്ടാവില്ല. മിസ്സിനോട് ചോദിക്കുമ്പോൾ മിസ് അറിയാം എന്താ അപ്പോൾ ഒരു കാട്ടി അറിയില്ല, എവിടെ അറിയില്ല, അവിടെ ഉണ്ടോ നോക്കട്ടെയൊക്കെ അറിയും, പിന്നെ ആയിട്ട് കിട്ടലുമില്ല. ഏതായാലും ഞാൻ ഇന്നൊരു കുപ്പിയൊക്കെ കഴുകിയിട്ട് അതിലിട്ട് കൊടുത്താണ് കേട്ടോ. ഇനിയിപ്പോൾ മിക്കാനോട് പറയണം വേറെ കൊണ്ടുവരാൻ. ഏതായാലും ഞാൻ ഓനും മുന്തിരി ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓലിക്കൊക്കെ എന്താ അധികം നമ്മൾ ജ്യൂസ് തന്നെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഏതെങ്കിലും ജ്യൂസൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ കേടാണോ ചോദിച്ചാൽ ഇപ്പോൾ അവരിത് കൊണ്ടുപോയാൽ ഇത് പകുതിയൊക്കെ അവർ കുടിക്കുകയുള്ളൂ, പിന്നെ പകുതി പിന്നെ ഒരു കൂട്ടുകാരൊക്കെ ആയിരിക്കും കുടിക്കുക. അപ്പം മക്കൾസ് വലിയോലെ അമ്മൻ്റെയും ദീപുവിൻ്റെയും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ കാര്യം. പിന്നെ പകുതി അരക്കയിലൊക്കെ കൊടുക്കലാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത്ര സീൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. എന്നുവെച്ചാൽ വെള്ളം കുടിക്കൂല, വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്, എല്ലാത്തിനും വെള്ളം കുടിക്കാൻ മടിയാണ്. അപ്പം ഇങ്ങനെ വയറുവേദനയും ഇങ്ങനെയൊക്കെയാണ് ഒലിക്കുക. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ജ്യൂസൊക്കെ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ അതാ ലുക്കൂന് നമ്മൾ സുന്ദര കുട്ടപ്പനാക്കി എടുക്കുകയാണ്. മോനിന്ന് യൂണിഫോം അല്ല കേട്ടോ, മോന് യൂണിഫോം അല്ലാത്ത ദിവസം ഭയങ്കര ഇഷ്ടമാണ് പോവാനൊക്കെ. പൊന്നൂസിന് പിന്നെ അംഗൻവാടിക്ക് പോകാൻ രാവിലെ കൊണ്ടേയാക്കുമ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ. കാരണം ഓക്ക് 3 വയസ്സൊന്നും ആയിട്ടില്ല, 2:45 കഴിഞ്ഞു. 2:45 കേട്ടോ, 3 ആവാനായി. ഇനിയിപ്പം അടുത്ത മാസമോ 2 മാസം കൂടിയൊക്കെ ഉണ്ടാവും ബർത്ത്ഡേക്ക്. അപ്പം പിന്നെ നമ്മൾ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഓളെ നേരത്തെ തന്നെ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഓൾക്ക് വലിയ സീനൊന്നുമില്ല, അങ്ങനെ കൊണ്ടേയാക്കുമ്പോൾ ഒരു കരച്ചിലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരൊക്കെ പറഞ്ഞയച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഒരുങ്ങാണ് കേട്ടോ. നമ്മളൊരുക്കാണ് ഒരു ഭയങ്കര ഒരുക്കം. കുട്ടിക്ക് യാതൊരു കുറവുണ്ടാവില്ല കേട്ടോ. കാര്യമായിട്ട് ഞാൻ ഒന്നും തേക്കാറില്ല, ആകെ ക്രീമേ തേക്കുള്ളൂ കേട്ടോ, വേറെ ഒന്നും തേക്കാം. പിന്നെ ലിപ്സ്റ്റിക്കും അത്രയൊക്കെ തന്നെ ഉള്ളൂ, അല്ലാതെ വേറെ പൗഡർ കാര്യമൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് ഒരു ക്രീം മാത്രമേ തേക്കുള്ളൂ കേട്ടോ. പിന്നെ പോൺസിൻ്റെ ഒരു BB ക്രീം ഉണ്ടല്ലോ, അത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, വേറെ ഒന്നും യൂസ് ചെയ്യുള്ളൂ കേട്ടോ. എല്ലാവരും എന്നോട് പറയും ഭയങ്കര കുട്ടിയാണല്ലോ ലിപ്സ്റ്റിക്ക് കാണുമ്പോഴേ നമ്മളെല്ലാവരും പുട്ടി അറിയും. ലിപ്സ്റ്റിക്കിനൊരു കുറവും വരത്തില്ല കേട്ടോ, അത് നമ്മളൊരു ഹൈലൈറ്റാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാൻ, ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.